ഈ മാർക്ക് വെച്ചിട്ട് സീറ്റ് കിട്ടും. അതോ നീറ്റ് റിപ്പീറ്റ് ചെയ്ത് വീട്ടുകാരെന്തോ പറയും. കണ്ടോ, ഇയാളിപ്പം ഇയാളുടെ നീറ്റ് റിസൾട്ട് ചെക്ക് ചെയ്തു, സ്കോർ കാർഡ് നോക്കി. അപ്പോൾ എന്നിട്ട് അതിപ്പോൾ ഒരു ഫാമിലിനോട് ഷെയർ ചെയ്യണോ, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണോ, എക്സൈറ്റ്മെൻറ്റ് കാണിക്കണോ, വിഷമിക്കണോ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതായത് ഈ സ്കോർ വെച്ചിട്ട് എനിക്കൊരു സീറ്റ് കിട്ടുമോ, അതോ ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്യണോ, ഇറ്റ്സ് നോട്ട് ഏബിൾ ടു മേക്ക് എ ഡിസിഷൻ, റൈറ്റ്? അപ്പോൾ എപ്പോഴും നമുക്ക് ലൈഫിലുള്ളൊരു പ്രശ്നമാണിത്. വി ആർ നോട്ട് ഏബിൾ ടു ടേക്ക് എ കോൾ ഓൺ മെനി തിങ്സ് ആൻഡ് ദാറ്റ് എഫക്ട്സ് us in very bad way. ലൈക്ക് നമ്മൾക്ക് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ വേൾഡ് കപ്പ് സീസൺ ആണല്ലോ. ഇപ്പോൾ ഒരു ഫുട്ബോൾ മാച്ചിൽ ഈ 11 പ്ലേയേഴ്സ് ആ പ്ലേ ഗ്രൗണ്ടിൽ ഒരു ബോളിനെ ഇങ്ങനെ ചേസ് ചെയ്യുകയാണ് ശരിക്കും, അല്ലേ? അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്ലേ ടൈം ഫുള്ള് ആ ബോളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ബോളിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവുമോ? സോ വെൻ ഡസ് ദാറ്റ് ബോൾ ഹാവ് എ വാല്യൂ? അത് ആ ഗോൾ പോസ്റ്റിൽ പോയി തട്ടുമ്പോൾ, അതൊരു ഗോൾ ആവുമ്പോഴാണ് ആ ഫുട്ബോളിനൊരു വാല്യൂ ഉള്ളത്. അതുവരെ ആ എൻറ്റയർ പ്ലേ ടൈമിൽ അവർ എത്ര അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചാലും ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് എ വാല്യൂ. ആൻഡ് ദിസ് ഇസ് ഹൗ വി മേക്ക് സർട്ടൻ ഡിസിഷൻസ് ഇൻ ലൈഫ്. നമ്മൾ ഈ പ്ലെയേഴ്സിനെയൊക്കെ എത്ര സെലിബ്രേറ്റ് ചെയ്താലും, നമ്മൾ അവരെ എത്ര നല്ല പ്ലെയർ ആണ്, എത്ര നന്നായിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ പാസ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും അയാൾ എത്ര ഗോൾ സ്കോർ ചെയ്തു, അതാണ് ശരിക്കും ആ പ്ലെയറിന് ആ മാച്ചിൽ ഒരു വാല്യൂ കൊടുക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് ടീം വിൻ ചെയ്യുന്നത്. സോ ഇതേപോലെയാണ് നമ്മൾ ലൈഫിൽ എടുക്കുന്ന പല ഡിസിഷൻസും. സോ what we do is we waste a lot of our energy, our time, our productivity, our emotions, everything chasing the wrong things. നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമുക്കിപ്പോൾ നീറ്റ് എക്സാമിൻ്റെ കാര്യം മാത്രമൊന്നുമില്ല കേട്ടോ, എല്ലാ കാര്യങ്ങളിലും നോട്ട് ഏബിൾ ടു ടേക്ക് എ കോൾ. ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മൾ അവരെ വിളിച്ച് ചോദിച്ചു, ഇവരെ വിളിച്ച് ചോദിച്ചു, പിന്നെ അവരെന്താ ചെയ്യുന്നത് ചോദിച്ചു, കുറേ വീഡിയോ കണ്ടു നോക്കി, കുറേ ആളുകൾ പറയുന്നത് കേട്ട് നോക്കി. യു ആർ നോട്ട് ഏബിൾ ടു ടേക്ക് എ കോൾ. വൈ? ബിക്കോസ് യു ആർ നോട്ട് ലിസ്ണിംഗ് ടു യുവർ സെൽഫ്. ദ ബേസിക് തിങ് യു ഹാവ് ടു ഡു ഇസ് ഫസ്റ്റ് ലിസൺ ടു യുവർ ഇന്നർ സെൽഫ്. നമ്മുടെ സെൽഫ് കോൺഷ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ ഉള്ളിലിരുന്ന ഒരാൾ പറയുന്നുണ്ട്, എടാ നിനക്ക് ഇതാണ് വേണ്ടത്, ഇതാണ് വേണ്ടത്, ഇതാണ് നിനക്ക് ലൈഫിൽ ചെയ്യേണ്ടത്, നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് വി ഡു, നമ്മൾ അതങ്ങോട്ട് കേൾക്കാണ്ട് ഇങ്ങനെ അൺനെസസറി ആയിട്ടുള്ള സാധനങ്ങളുടെ പുറകെ ചെയ്ത് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യും. സോ വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഇസ് പ്ലീസ് ലിസൺ ടു യുവർ ഇന്നർ സെൽഫ്. ഈസ് ബിക്കമിങ് എ ഡോക്ടർ റിയലി യുവർ ഡ്രീം, റിയലി യുവർ ഗോൾ? അപ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആളോടൊന്ന് ചോദിച്ചു നോക്ക്, ശരിക്കും എനിക്ക് എന്താണ് വേണ്ടത്? ആൻഡ് ഇഫ് ദർ യെസ് ഇസ് യുവർ ആൻസർ, യു നോ യുവർ ഡിസിഷൻ. അപ്പോൾ ഇപ്പം ഇയാൾ സ്കോർ കാർഡ് ഇങ്ങനെ നോക്കി. ഈ സ്കോർ കാർഡ് ഇയാളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നോക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു സ്കോർ ഉണ്ട്, ഒരു പ്രാവശ്യം നോക്കി, 2 പ്രാവശ്യം നോക്കി, 3 പ്രാവശ്യം നോക്കി, ആ സ്കോറിൽ എന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നുണ്ടോ? പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ആ സ്കോർ വെച്ചിട്ട് എന്ത് ചെയ്യാം എന്ന് അയാൾ എടുക്കുന്ന ഡിസിഷൻ, അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യണോ, അത് വെച്ച് ഞാനൊരു സീറ്റ് നോക്കണോ, അത് വെച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ എക്സാം ഹോളിൽ അയാൾക്ക് കിട്ടിയ പാഠങ്ങൾ, ലെസൺസ്, എവ്രിതിങ് ദാറ്റ് സ്കോർ ഹാസ് ടോട്ട് ഹിം സംതിങ്, റൈറ്റ്? സോ അത് വെച്ച് അയാളെടുക്കുന്ന ഡിസിഷനാണ് അയാളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. സോ യു ഓൾസോ മേക്ക് ഷുവർ, നോട്ട് ജസ്റ്റ് ഇൻ കേസ് ഓഫ് നീറ്റ് എക്സാം, ബട്ട് ഇൻ എവ്രിതിങ് എൽസ്, you chase the right things. Don't waste your time and energy chasing the wrong things. Always make sure you listen to that person inside first and they take the decision. നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഇരുന്ന് കാണുന്നത് ഒരു ക്ലാസ് മുറിയിലോ ഒരു എക്സാം ഹോളിലോ അല്ല. പക്ഷേ നിങ്ങൾ ഇന്ന് എടുക്കുന്ന ഒരു തീരുമാനം നാളെ ഒരു ഡോക്ടർ ആവുക എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. So make sure you make the right decision at the right time. That means you make the right choices. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? First you should stop chasing the wrong things. അപ്പോൾ റൈറ്റ് തിങ്സിനെ ചേസ് ചെയ്യുക. ആൻഡ് ഓൾവേസ് മേക്ക് ഷുവർ യു ലിസൺ ടു യുവർ ഇന്നർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആൾ പറയുന്നത് ആദ്യം കേൾക്കുക. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ റൈറ്റ് ഡിസിഷൻ ഫോർ യു. ഗുഡ് ലക്ക്.